എങ്ങനെയാണോ ഏത് മാനദണ്ഡത്തിലാണോ തീരുമാനമെടുക്കാറുള്ളത് ആ ഒരു റൂട്ടുകൾ പാലിച്ചുകൊണ്ടുള്ള തീരുമാനം ഈ വിഷയത്തിൽ KJ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വൈജ്ഞാനിക തലം ചർച്ച ചെയ്യാൻ KJയുടെ കൃത്യമായ രീതിയുണ്ട്. ആ രീതികൾ ഒന്നും പാലിക്കപ്പെടാതെ ഏതാനും ആളുകൾ കൂടി തീരുമാനിച്ച് അത് KJയുടെ ലെറ്റർപേഡില് എഴുതി തയ്യാറാക്കി ശാഖകൾക്ക് കൊടുത്തയച്ചു എന്നുകൊണ്ട് മാത്രം അതൊരിക്കലും KJU തീരുമാനമാവില്ല എന്നതാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഞങ്ങളൊക്കെ ആ KJUവിലെ ഉത്തരവാദപ്പെട്ട അംഗങ്ങൾ തന്നെയാണ്. സാലിസ് അതിൽ അംഗമാണോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ആ KJUവിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനമുള്ള അംഗത്വമുള്ള ആളുകൾ എന്ന നിലയ്ക്ക് സ്വാഭാവികമായും ഒരു വിഷയത്തിൽ KJU തീരുമാനം എന്ന് പറയുമ്പോൾ അതിന്റെ ബോർഡുകളെല്ലാം കൂടി അത് കൃത്യമായി പഠിച്ച് അത് പരിശോധിച്ച് അത് ചർച്ച ചെയ്ത് തീരുമാനമെത്തിയിട്ടാണ് സാധാരണഗതിയിൽ KJU തീരുമാനം എന്ന് പറഞ്ഞ് ഒരു തീരുമാനം പുറത്തേക്ക് കൊടുക്കാറുള്ളത്. എന്നാൽ ആ സ്റ്റെപ്പുകളൊന്നും പാലിക്കപ്പെടാതെ എന്തിനേറെ ഈ വിഷയമായി ചർച്ച വന്നപ്പോൾ ആ ചർച്ചയിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്കൊന്നുകൂടെ കൂടി പറയാൻ കഴിയും. അത് അവതരിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ടെങ്കിലും ആ അവതരിപ്പിച്ച പ്രബന്ധത്തിൽ ഏത് തരത്തിലാണോ ചർച്ച വന്നത് ആ ചർച്ചയിൽ നിന്ന് വഴിമാറി അല്ലാത്ത തരത്തിലുള്ള തീരുമാനമാണ് പിന്നീട് ആ KJUവിന്റെ പേജിൽ വന്നത് എന്നത് തന്നെ ഈ തീരുമാനം KJU എന്ന് നാം വിളിക്കുന്ന അതിന് ഔദ്യോഗികമായ സമിതിയുണ്ടല്ലോ ആ സമിതിയുടേതല്ല, ഏതാനും ചില ആളുകളുടേത് മാത്രമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അത് കുറച്ചു കാലമായി അങ്ങനെയാണല്ലോ നടക്കുന്നത്. ഈ തീരുമാനം മാത്രമല്ല, ഈ വക സർക്കുലർ മാത്രമല്ല, മറിച്ച് KJUവിന്റെ പേരിൽ ഇന്ന് നടക്കുന്ന പലതും അങ്ങനെയാണ്. ഈ ഒരു പുസ്തകം ജിന്നി പിശാച് റുഖിയ ശർഇയ്യ പ്രമാണങ്ങൾ വെളിച്ചത്തിൽ എന്ന ഈ പുസ്തകം ഇതും KJUവിന്റെ പേരിലാണല്ലോ ആളുകൾ കൈകളിലേക്ക് എത്തിയത്. അന്ന് മുതലേ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടു, ഇങ്ങനെ പുസ്തകം ഇറങ്ങുന്നുവെങ്കിൽ KJUവിലെ ആളുകളെല്ലാം ചുരുങ്ങിയ പക്ഷം KJUവിന്റെ വൈജ്ഞാനികമായ ദൗറയിൽ പങ്കെടുക്കുന്ന മെമ്പർമാരെങ്കിലും ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വായിക്കട്ടെ, അവരും അഭിപ്രായം പറയട്ടെ. ആ അഭിപ്രായം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഒരു പുസ്തകം ഇറക്കാൻ. കാരണം KJUവിന്റെ പേരിലാണല്ലോ പുസ്തകം ഇറങ്ങുന്നത് എന്ന് KJUവിന്റെ ദൗറയിൽ ജാമിയ സലഫിയ പുളിക്കതിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ദൗറയിൽ ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടു, ഒരു പുസ്തകം ഇറങ്ങുന്നുവെന്ന് കേട്ടു, അതുകൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ കോപ്പി ഞങ്ങൾക്കെല്ലാം ഒന്ന് വായിക്കാൻ തരണം. വല്ല അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അതിനു കൂടിയുള്ള ഒരു സൗകര്യം വേണം, സാഹചര്യം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ KJUവിന്റെ ഉത്തരവാദപ്പെട്ട ബഹുമാന്യനായ സെക്രട്ടറി പറഞ്ഞത് ആ പുസ്തകം പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞുവെന്നാണ്. അതാ ഞാൻ സൂചിപ്പിച്ചത്. ഏതാനും ചില വ്യക്തികൾ മാത്രം കൂടി ചേർന്ന് പുസ്തകം എഴുതുകയോ സർക്കുലർ ഉണ്ടാക്കുകയോ ചെയ്തിട്ട് KJUവിന്റെ ഉത്തരപ്പെടും KJUവിന്റെ പേരിലുമായി അത് പുറത്തേക്ക് ഇറക്കിയാൽ അത് KJU സർക്കുലറായി മാറുകയില്ല, അത് KJU തീരുമാനമായി മാറുകയില്ല, അത് KJUവിന്റെ പുസ്തകമായി മാറുകയില്ല എന്നതുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി KJU പറഞ്ഞുവെന്ന് പറയപ്പെടുന്ന ആ ഒരു തീരുമാനത്തിൽ തന്നെ ആ സർക്കുലറിൽ തന്നെ ഇവിടെ സഹോദരൻ വായിച്ചതിൽ തന്നെ എന്താ പറഞ്ഞത്? ശിർക്കും ഹറാമുമാണ് എന്നാണ്. ശിർക്കും ഹറാമുമാണ്. ഈ കാലമത്രയും ശിർക്കായ സംഗതിയെ കുറിച്ച് നാം സമുദായത്തിൽ ബോധ്യപ്പെടുത്തുമ്പോൾ ഒരിക്കലും ശിർക്കും ഹറാമുമെന്ന പദപ്രയോഗം പ്രയോഗിച്ചത് നമുക്കാർക്കും അധികമൊന്നും പരിചയമില്ല. ശിർക്കാണെങ്കിൽ ശിർക്ക് എന്ന് പറയും, ഹറാമാണെങ്കിൽ ഹറാമാണെന്ന് പറയും. ഇത് പറയുന്ന ശൈലിയാണല്ലോ ഈ കാലം വരെയും നാം സ്വീകരിച്ചത്. പിന്നെന്ത് ഇവിടെ ശിർക്കും ഹറാമും എന്ന് പറഞ്ഞത്? ശിർക്കായാൽ തന്നെ ഹറാമായല്ലോ, പിന്നെന്തിന് ശിർക്കും ഹറാമും എന്ന് പറയണം? ഒരു വ്യംഗ്യമായ ഒരു ധ്വനി അഥവാ എവിടെങ്കിലും വെച്ച് ലോകാടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാർക്ക് മുമ്പിൽ വെച്ച് എന്നെങ്കിലും ഒരു ചർച്ചയ്ക്ക് വഴി ഒരുങ്ങുകയാണെങ്കിൽ അവിടെ തൽക്കാലം രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്ന നിലയ്ക്കായിരിക്കണം അത്തരം ഒരു പദപ്രയോഗം അവിടെ കൂട്ടിച്ചേർത്തത് എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ശിർക്കായതുണ്ട്, ഹറാമായതുണ്ട് എന്നേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ എന്ന് അന്ന് വേണമെങ്കിൽ പറഞ്ഞു രക്ഷപ്പെടാനുള്ള പഴുത് എന്ന നിലയ്ക്കായിരിക്കാം ശിർക്കും ഹറാമും എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന വിളിയുടെ വിധി എന്ത് എന്ന് ചോദിച്ചാൽ നമ്മളാരും ഇക്കാലം വരെ ശിർക്കും ഹറാമും എന്ന് പറഞ്ഞിട്ടില്ല. ശിർക്ക് എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഇവിടെ മാത്രം ഈ ജിന്നി വിഷയത്തിൽ മാത്രം, ഈ തർക്കമുള്ള ഇസ്തിആനയിൽ മാത്രം ഒരു ശിർക്കും ഹറാമും എന്ന ഇക്കാലം വരെയും പ്രയോഗിക്കാത്ത ഒരു പ്രയോഗം വന്നു തന്നെ ശിർക്ക് എന്ന ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതുകൊണ്ട് ഭാവിയിൽ വരാനുള്ള ഒരുപാട് പ്രയാസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായും ഞങ്ങൾക്ക് സംശയിക്കുന്നു. ഏതായിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആലയോട് മാത്രം പ്രാർത്ഥിക്കാനും അവരോട് മാത്രം സഹായം തേടുവാനും അവരോട് മാത്രം രക്ഷ തേടുവാനുമാണല്ലോ ഇസ്ലാം
പഠിപ്പിച്ചത്. ആ രംഗത്തൊരാൾക്കും തർക്കമില്ല, ആ രംഗത്ത് രണ്ട് ചിന്താധാരയില്ല. അദൃശ്യമായ മാർഗത്തിന് റബ്ബല്ലാത്തോട് ചോദിക്കാമോ ഇല്ലേ? ആ തർക്കം തന്നെ നമുക്കിടയിൽ ഇല്ല. സഹോദരൻ ആ നിലയ്ക്ക് അത് ദുർവ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഇസ്തിആനത്തുകൾ മുഴുവൻ പരിശോധിച്ചാൽ 2 ലിസ്റ്റിലാണ് വരിക എന്ന് സഹോദരൻ പറഞ്ഞു. ശരിയാണ്, 2 ലിസ്റ്റിലാണ് വരിക. ഏതാ 2 ലിസ്റ്റ്? ഒന്ന് ദൃശ്യമായ മാർഗം, ഒന്ന് അദൃശ്യമായ മാർഗം. അതില് ദൃശ്യമായ മാർഗമാണോ റബ്ബല്ലാത്തോട് നിർവഹിച്ചാൽ ശിർക്ക് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയില്ല. അദൃശ്യമായ മാർഗമാണോ അത് റബ്ബല്ലാത്തിലേക്ക് പോയാൽ അത് ശിർക്ക് തന്നെയാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. അതിന് ആയത്ത് ഓരോന്നോരോന്നായി ഓതി സമയം കളയേണ്ട കാര്യമില്ല, തർക്കമില്ല ആ വിഷയത്തിൽ. ഇവിടെ അദൃശ്യമായ മാർഗമാണോ അതല്ല അല്ലാത്ത മാർഗമാണോ അവിടെയാണ് വേർതിരിയുന്നത്. അദൃശ്യമായ ജീവിയെന്നോ ദൃശ്യമായ ജീവിയെന്നോ ഉള്ള വ്യത്യാസമല്ല ഖുർആൻ പരിചയപ്പെടുത്തിയത്. സഹോദരൻ തന്നെ പ്രത്യേകം ആ പദപ്രയോഗം ആവർത്തിച്ച് എനിക്ക് തോന്നുന്നു 1 ഡസൻ തവണയെങ്കിലും എന്റെ സഹോദരൻ ആ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അദൃശ്യമായ മാർഗത്തിൽ. അതെ, അദൃശ്യമായ മാർഗത്തിലാണോ തേട്ടം? ആ തേട്ടം റബ്ബിനോടാണെങ്കിൽ തൗഹീദ് തന്നെ, റബ്ബല്ലാത്തവരിലേക്കാണെങ്കിൽ ശിർക്ക് തന്നെ. അത് ജിന്നായാലും അത് മലക്കായാലും വേണ്ട ഇൻസായാലും ശരി, അദൃശ്യമായ മാർഗത്തിലാണോ അത് ശിർക്ക് തന്നെയാണ്. അദൃശ്യമായ മാർഗത്തിലെ ഇസ്തിആനത്ത്, അദൃശ്യമായ മാർഗത്തിലെ സഹായാർത്ഥന ജിന്നിനോട് പാടില്ല, ശിർക്കാണ്. ശിർക്കും ഹറാമുമെന്നല്ല, ശിർക്ക് തന്നെ. അതുകൊണ്ട് ഹറാമ് അല്ല, ശിർക്കും ഹറാമായത് വേറെയും എന്ന അർത്ഥത്തിലല്ല, അത് ശിർക്ക് തന്നെയാണ്. അദൃശ്യ മാർഗത്തിലെ ഇസ്തിആനത്താണോ മലക്കിനോടാണോ ശിർക്ക് തന്നെ, സംശയമില്ല. അദൃശ്യ മാർഗത്തിലെ ഇസ്തിആനത്ത് ഇൻസിനോടാണോ ശിർക്ക് തന്നെ, സംശയമില്ല. വേണ്ട, അദൃശ്യ മാർഗത്തിലെ ഇസ്തിആനത്ത് കല്ലിനോടോ മരങ്ങളോടോ പക്ഷികളോടോ മൃഗങ്ങളോടോ എന്തിനോടുമാവട്ടെ റഹ്മാനായ റബ്ബല്ലാത്ത ഏതിലേക്ക് പോയാലും ഏത് സൃഷ്ടിയിലേക്ക് പോയാലും അത് ശിർക്ക് തന്നെയാണ്. അത് സംശയത്തിന് പഴുതില്ല. ഖുർആൻ 2 തലം 2 വഴികളുള്ള സഹായാർത്ഥനയാണ്, 2 വഴികളുള്ള സഹായത്തെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. സഹായത്തേട്ടം മാത്രമല്ല, സഹായത്തെയും ഖുർആൻ ഉണ്ടാക്കി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സഹായം മാത്രമല്ല, എല്ലാത്തിനെയും, കുദ്റത്തിനെയും, കാഴ്ചയെയും, കേൾവിയെയും, സ്നേഹത്തെയും, ഭയത്തെയും, ആദരവിനെയും എല്ലാത്തിനെയും ഖുർആൻ 2 പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ദൃശ്യമായ മാർഗത്തിലെ ഭയം, മറ്റൊന്ന് അദൃശ്യമായ മാർഗത്തിലെ ഭയം. വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ ലക്ഷണം പറഞ്ഞപ്പോൾ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല പറഞ്ഞുവല്ലോ, അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, റബ്ബിനെ ഗൈബായ വഴിയിൽ ഭയപ്പെടുന്നവര്, ഗൈബായ വഴിയിൽ, അദൃശ്യമായ വഴിയിൽ ഭയപ്പെടുന്നവർ എന്നാണ് വിശ്വാസികളെ പറ്റി പറഞ്ഞത്. ആ ഭയം റബ്ബല്ലാത്തിലേക്ക് പോയാൽ അവിടെ ശിർക്ക് തന്നെയാണ്. അതിനർത്ഥം ഒരാൾ ജിന്നിനെ പേടിച്ചു പോയാൽ തന്നെ ശിർക്കായി എന്നാണോ? ശൈത്താനെ പേടിച്ചു പോയാൽ ശിർക്കായി എന്നാണോ? ഒരിക്കലുമല്ലല്ലോ. എന്നാൽ അദൃശ്യമായ ഭയം റബ്ബല്ലാത്തിലേക്ക് പോയാൽ ശിർക്ക് തന്നെ എന്ന് പ്രമാണം പരിചയപ്പെടുത്തുമ്പോൾ പിന്നെ ഏതാണ് ആ വഴി? അതാണ് അദൃശ്യ മാർഗത്തിലുള്ള ഭയം. ഒരു ജിന്നിനോട് അദൃശ്യ മാർഗത്തിലുള്ള ഭയമുണ്ടോ? ആ ഭയം ശിർക്ക് തന്നെയാണ്. ഒരു മലക്കിനോട് അദൃശ്യ മാർഗത്തിൽ ഭയമുണ്ടോ? ആ ഭയം ശിർക്ക് തന്നെയാണ്. ഒരു ഇൻസിനോട് അദൃശ്യ മാർഗത്തിൽ ഭയമുണ്ടോ? ആ ഭയം ശിർക്ക് തന്നെയാണ്. ഭയം മാത്രമല്ല, സ്നേഹവും അങ്ങനെ തന്നെയാണ്. അല്ലാഹു അല്ലാത്ത ആളുകളെ, തങ്ങളുടെ പങ്കുകാരെ സ്നേഹിച്ച മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പരിചയപ്പെടുത്തിയല്ലോ. വമിന്നാസി മൻ യത്തഖിദു മിൻ ദുനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, റബ്ബിനെ സ്നേഹിക്കും പോലെ തങ്ങളുടെ അന്താദിനെ, തങ്ങളുടെ പങ്കുകാരെ സ്നേഹിക്കുന്ന ആളുകൾ ജനങ്ങളിലുണ്ട് എന്നല്ല പറഞ്ഞെങ്കിൽ വിശ്വാസികളുടെ ഗുണവും കൂടെ എടുത്തു പറഞ്ഞു. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾ റബ്ബിനോടാണ് അതികഠിനമായ സ്നേഹമുള്ളവരെന്നാണ്. തങ്ങളുടെ പങ്കുകാരോട്, തങ്ങളുടെ അന്താദികാരോട് റബ്ബിനെ സ്നേഹിക്കുന്ന ആ തരത്തിലുള്ള ആ മാനദണ്ഡമുള്ള സ്നേഹം അവർക്ക് വഴിമാറ്റി കൊടുത്തപ്പോൾ അതിനെ ഖുർആൻ ആക്ഷേപിച്ചു. അത് ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഏതാണ് ആ സ്നേഹം? ഈ മഹബ്ബത്ത് എവിടെയാണ് ശിർക്കാകുന്നത്? അദൃശ്യമായ മാർഗത്തിലുള്ള മഹബ്ബത്ത്, അദൃശ്യമായ മാർഗത്തിലുള്ള സ്നേഹം. ആ സ്നേഹം ജിബ്രീലിനോട് സ്നേഹിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്. അദൃശ്യമായ മാർഗത്തിൽ മീകായിലിനെ സ്നേഹിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്. അദൃശ്യമായ മാർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാലും അത് ശിർക്ക് തന്നെയാണ്. എന്നാൽ അവിടെയാണ് ദൃശ്യവും അദൃശ്യവുമായ മാർഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം ഒരാൾക്ക് ജിബ്രീലിനെ സ്നേഹിക്കാൻ പാടില്ല എന്നല്ല, അതിനർത്ഥം ഒരാൾക്ക് മീകായിലിനെ സ്നേഹിക്കാൻ പാടില്ല എന്നല്ല, അതിനർത്ഥം ഒരാൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ പാടില്ല എന്നല്ല. ഇനി ഖുദൂഉം തലല്ലും അവിടെയും ദൃശ്യമായ വഴിയും അദൃശ്യമായ വഴിയും. സഹോദരൻ വായിച്ചുവല്ലോ, ജിന്നുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മക്കയിലെ മുശ്രിക്കുകൾ നിർവഹിച്ചത് ശിർക്കായി ഖുർആൻ ഹദീസും പരിചയപ്പെടുത്തിയതിനെ പരാമർശിച്ചപ്പോൾ അവിടെ സഹോദരൻ പറഞ്ഞുവല്ലോ, അവർ ചെയ്തെന്താ? അവർ അള്ളമൂഹും, ആ ജിന്നുകളെ അവർ തഅലീം ചെയ്തു, വഖലഉ ലഹും, അവർ കീഴ്പ്പെട്ടു എന്നൊക്കെ പറഞ്ഞുവല്ലോ. അതെ, ആ തഅലീം, ആ ഖുദൂഉ, അതിനെയാണ് ശിർക്ക് എന്ന് ഖുർആൻ പരിചയം
പരിചയപ്പെടുത്തിയത് കേവലം ഒരു ചോദ്യം മാത്രമല്ല, ചോദ്യവും ശിർക്ക് തന്നെ, ഇസ്തിആഅത്തും ശിർക്ക് തന്നെ, അവർ ചെയ്ത ഖുദൂഉം ശിർക്ക് തന്നെ, അവർ ചെയ്ത ആ തദ്ലീലും ശിർക്ക് തന്നെ, അവർ ചെയ്ത തഅലീമും ശിർക്ക് തന്നെ, അവരുടെ ആ പേടിയും ശിർക്ക് തന്നെ. ഒരു വിജനപ്രദേശത്ത് ചെന്നുപെട്ട് അവർ ജിന്നുകളെ ശർറിനെ പേടിച്ചുവെങ്കിൽ ആ പേടിയും വൈബായ പേടിയാണ്, ആ പേടി ശിർക്കായ പേടിയാണ്. അതാണ് മുഹിസം മിനൽ ബറാറി എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പ്രത്യേകം രേഖപ്പെടുത്തിയത്. അവിടെ ചെല്ലുമ്പോൾ എന്താ അവരെ പേടി? അയ്യുസീബഹും ബിശൈഇൻ യസൂബുഹും, തങ്ങൾക്ക് പ്രയാസകരമായ വല്ലതും ബാധിക്കുമോ, വല്ലതും വരുമോ എന്ന പേടി അവർക്കുണ്ട്. ആ പേടിയാലാണ് അവർ തേടിയത് അഊദു ബിഅളീമി ഹാദൽ വാദി, അല്ലെങ്കിൽ അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ വാദിയുടെ നേതാവിനോട് ഞാൻ രക്ഷ തേടുന്നു, ശരണം തേടുന്നു. എന്തിൽ നിന്ന്? അയ്യുസീബഹും ബിശൈഇൻ യസൂഉഹും. സഹോദരൻ തന്നെ വായിച്ച ഇബാറത്താണ്, എന്റെ വക പുതിയതൊന്നും പറയേണ്ടതില്ല. ആയത്ത് വേണോ? സഹോദരൻ പറഞ്ഞ 4 ആയത്ത് അത് തന്നെ മതി, ആ 4 ആയത്ത് തന്നെ മതി. ശിർക്കേത്, ശിർക്കല്ലാത്തത് എന്ന് വേർതിരിക്കാൻ ഇനി പുതിയ ഒരു ആയത്തോടേണ്ട ആവശ്യമില്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഓതിയല്ലോ, ഒന്നത് തന്നെ മതി. രണ്ടാമത് വഅന്നഹു കാന ജാലും മിനൽ ഇൻസി യഊദുന ബിരിജാലിൻ മിനൽ ജിന്നി ഓതിയല്ലോ, അത് തന്നെ മതി. മൂന്നാമത് ഇസ്തിംതാഇന്റെ ആയത്ത് സൂറത്തുൽ അൻആമിലെ വചനം ഓതിയല്ലോ, അത് തന്നെ മതി. നാലാമത് ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന സൂറത്തുൽ ഫാത്തിർ ആയത്ത് ഓതിയല്ലോ, അത് തന്നെ മതി. ആ 4 ആയത്ത് തന്നെയാണ് ദുആ ആകുന്നതാണ്. ദുആയുടെ പര്യായമാകുന്ന ഇസ്തിആഅത്താണ്, ദുആയുടെ പര്യായമായ ഇസ്തിആഅത്താണ്, ദുആയുടെ പര്യായമായ മറ്റ് വികാര പ്രകടനങ്ങളാണ് ശിർക്കിന്റെ തലത്തിലേക്ക് വരിക എന്ന് മനസ്സിലാക്കാൻ അത് തന്നെ മതി. അതുകൊണ്ടാണ് നമ്മുടെ KJU-വിൽ ഞാനും ഹനീഫ് കായക്കുടിയും അവതരിപ്പിച്ച ഈ പ്രബന്ധത്തിലും അതിന്റെ 1-ാമത്തെ പേജിൽ തന്നെ പറഞ്ഞു, ദുആഉം അതിന്റെ പര്യായങ്ങളായി വരുന്ന ഇസ്തിആദ, ഇസ്തിഗാസ, ഇസ്തിആന എന്നിവയും അല്ലാഹു അല്ലാത്ത ആരോടും അഥവാ മനുഷ്യൻ, മലക്ക്, ജിന്ന് നടത്താൻ പാടില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ദുആവും അതിന്റെ പര്യായമായി വരുന്ന ഇസ്തിആദ, ഇസ്തിഗാസ, ഇസ്തിആന. ശേഷം ഒരുപാട് ഇബാറത്തുകൾ കൊടുത്തു, ഒരുപാട് തഫ്സീറിലെ വാചകങ്ങൾ കൊടുത്തു, ഒരുപാട് ഫത്വകൾ നൽകി, ഒരുപാട് സലഫി ലോകത്തെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ നൽകി. എന്തിനാ നൽകിയത്? ഈ പറഞ്ഞ ഭാഗത്തെ സ്ഥാപിക്കുവാൻ. ഏതാ ഭാഗം? ദുആവും അതിന്റെ പര്യായങ്ങളായി വരുന്ന ഇസ്തിഗാസ, ഇസ്തിആന, ഇസ്തിആന, ഇത് മൂന്നും റബ്ബല്ലാത്ത ആരോട് വർത്തിയാലും അത് ശിർക്ക് തന്നെ, അത് അവരുടെ പ്രാർത്ഥന തന്നെ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. മാത്രവുമല്ല, ഇതേ പ്രബന്ധത്തിൽ തന്നെ നമ്മുടെ ഇന്ന് നമ്മുടെ ചർച്ചയുള്ള മറ്റൊരു ഭാഗമായ യാ ഇബാദല്ലാഹ് എന്ന ഹദീസ്, ആ ദുർബലമായ ദഈഫായ സ്വീകാര്യോഗ്യമല്ലാത്ത ആ റിപ്പോർട്ടിനുമായി ബന്ധപ്പെട്ട ചർച്ചയിലും ഈ വിഷയത്തിലേക്ക് സൂചന നൽകി. എന്താ പറഞ്ഞത്? ഒന്നവിടെ പറഞ്ഞു യാ ഇബാദല്ലാഹ് എന്ന അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇവിടെ ഉദ്ദേശം ജിന്നാണ്, മലക്കാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് തൊട്ടുമേലെ പറഞ്ഞെന്താ? ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇത് തെളിവല്ല. ഇത് സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരുടെ പ്രാർത്ഥനയ്ക്ക് തെളിവല്ല. ഉദ്ദേശിക്കപ്പെടുന്ന ആരാ? ഒന്നുകിൽ ജിന്ന്, അല്ലെങ്കിൽ മലക്ക്. ഇനി അതുമല്ലേ ഔ ജുന്ദും മിൻ ജുനൂദില്ലാഹ് അല്ലദീന ലാ നറാഹും, നാം കാണാത്ത അല്ലാഹുവിന്റെ മറ്റു വല്ല സൈന്യങ്ങളുമായിരിക്കാം. ഈ 3 വിശദീകരണമാണല്ലോ പണ്ട് ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വിശദീകരണം നൽകിയ പണ്ഡിതന്മാരുണ്ട് എന്ന് ഈ പ്രബന്ധത്തിൽ പറയുകയും എന്നിട്ടും പറഞ്ഞു ഇത് സ്വഹീഹാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരുടെ പ്രാർത്ഥനയ്ക്ക് ഇത് തെളിവല്ല. എന്ത് തെളിവല്ലാത്തത്? ഈ വിളി പ്രാർത്ഥന അല്ല എന്നർത്ഥം. ഈ വിളിയിൽ ഉദ്ദേശിക്കപ്പെടുന്ന ജിന്നോ മലക്കോ മറ്റു വല്ല സൈന്യങ്ങളോ ആകാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചിട്ടും ഇത് ദുആ അല്ല, ഇത് പ്രാർത്ഥനയ്ക്ക് തെളിവല്ല എന്ന് പറഞ്ഞെങ്കിൽ ദുആ അല്ലാത്ത, പ്രാർത്ഥന അല്ലാത്ത ഒരു വിളിക്ക് ചാൻസ് ഉണ്ട് എന്നല്ലേ ഈ ഹദീസ് ബേസ് ചെയ്തുകൊണ്ട് ഞാനും ഹനീഫ് കൈം അവതരിപ്പിച്ച ഈ പ്രബന്ധത്തിന് പോലും KJU-വിന് മുമ്പാകെ സമർപ്പിച്ചത്. അപ്പോൾ യഥാർത്ഥ തർക്കം ആ രംഗത്തല്ല, അദൃശ്യമായ മാർഗത്തിലാണോ ചോദ്യം? ശിർക്ക് തന്നെയാണ്. അത് മനുഷ്യനോടായാലും ശിർക്കാണ്, ജിന്നിനോടായാലും ശിർക്കാണ്, മലക്കിനോടായാലും ശിർക്കാണ്. പിന്നെ ഉദ്ധരിച്ച ഒരുപാട് ഫത്വകൾ, സ്വാഭാവികമായും ആ ഫത്വകളെല്ലാം ഒരു പക്ഷെ നമ്മുടെ സാഹചര്യത്തിൽ ആ പദപ്രയോഗം മാത്രം എടുക്കുമ്പോൾ എന്താ ഒരു ഭൗതികമായ കാര്യമല്ലേ
കാര്യമല്ലേ, പിടിക്കൂ എന്നല്ലേ പറഞ്ഞത്, എടുക്കൂ എന്നല്ലേ പറഞ്ഞത്, കൊടുക്കൂ എന്നല്ലേ പറഞ്ഞത്, ഒരു ഭൗതികമായ കാര്യമല്ലേ. കാര്യം ഭൗതികമോ അഭൗതികമോ എന്നതല്ല പ്രധാനപ്പെട്ട വ്യത്യാസം. അഭൗതിക കാര്യമാണോ ശിർക്ക് തന്നെ ആരോടായാലും അതിൽ സംശയമില്ല. അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടാണെങ്കിലും ഹാജറായ മനുഷ്യരോടാണെങ്കിലും അഭൗതിക കാര്യമാണോ അത് ശിർക്ക് തന്നെയാണ്. അത് ജിന്നിലേക്ക് മാത്രമുള്ള വിധിയുമല്ലല്ലോ. അഭൗതിക കാര്യം തേടാമോ തേടിക്കൂടെ എന്ന വിഷയത്തിൽ തർക്കം തന്നെ നമുക്ക് ഉണ്ടാകേണ്ടതില്ല. എന്നാൽ ഭൗതികമായ കാര്യമാണോ ചോദിക്കുന്നത്, ഭൗതികമായ കാര്യമായി എന്ന ഒറ്റക്കാരണത്താൽ ശിർക്കല്ലാതായി മാറുന്നില്ല. മുഹീദ്ദീൻ ശൈഖ് കടം വീട്ടണേ എന്നൊരാൾ ചോദിച്ചാൽ കടം വീട്ടൽ എന്താ ഭൗതിക കാര്യമാണല്ലോ. മുഹീദ്ദീൻ ശൈഖ് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമായി വന്നപ്പോൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് ഒരു ഖുറാഫി തന്റെ ആ ഒരു ഭൗതികമായ കാര്യം തന്നെ ആവശ്യപ്പെട്ടാൽ അതും ശിർക്കാണല്ലോ. കാര്യം ഭൗതികമാണ്, പക്ഷെ ചോദിച്ചത് അഭൗതികമായ വഴിയിലാണ്, അദൃശ്യ മാർഗത്തിലാണ്. അവിടെയാണ് അദൃശ്യ മാർഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൃശ്യമായ കാര്യം തന്നെ അദൃശ്യ മാർഗത്തിൽ ചോദിച്ചുവോ എങ്കിൽ ശിർക്ക്. അടുത്ത വീട്ടിൽ ചെന്ന് ആ വീട്ടുകാരനോട് ഞാൻ കടക്കാരനാണ്, താങ്കൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല. എന്തുകൊണ്ട്? ചോദിക്കുന്ന കാര്യം ദൃശ്യം, ഉദ്ദേശിക്കപ്പെടുന്ന മാർഗവും ദൃശ്യം. ദൃശ്യമായ വഴിയിലൂടെ ദൃശ്യമായ കാര്യം, ഭൗതികമായ വഴിയിലൂടെ ഭൗതികമായ കാര്യം ചോദിക്കുന്നു, അത് ശിർക്കാണെന്ന് പറയില്ല. എന്നാൽ ഈ ദൃശ്യമായ മനുഷ്യനോട്, ഈ ഭൗതികനായ മനുഷ്യനോട് അഭൗതികമായ കാര്യം ചോദിച്ചാലോ, അയൽപക്കത്ത് പോയിട്ട് താങ്കൾ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ, താങ്കൾ എന്നെ ഈമാനോടെ മരിപ്പിക്കണമേ, താങ്കൾ മഴ വർഷിപ്പിക്കണമേ, താങ്കൾ രോഗം ശിഫയാക്കണമേ എന്ന് പറയുന്നുവെങ്കിലോ ഇവിടെ ആള് ഭൗതികനാണ്, ആള് ദൃശ്യമാണ്, ചോദിക്കുന്നതും ഭൗതികമാണ്. പക്ഷെ ചോദിക്കപ്പെട്ട കാര്യമോ അഭൗതികമായ കാര്യമായി, അദൃശ്യമായ കാര്യമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള കാര്യമായി. അതുകൊണ്ട് അവിടെ ശിർക്ക് വന്നു. തിരിച്ച് ഇനി മുഹീദ്ദീൻ ശൈഖിനോട് ഒരു ഭൗതികമായ കാര്യം ഭൗതികമായ രൂപത്തിൽ തേടിയാലോ അത്തരം തേട്ടത്തിന് പ്രസക്തി ഇല്ല. സഹോദരൻ തന്നെ വായിച്ച ഫത്വയിൽ വന്നുവല്ലോ, അവർ തസ്രീഫാത്ത് മുഴുവനും ഇവിടെ മുറിഞ്ഞുപോയി. മരണത്തോടുകൂടി വഫാത്തോടുകൂടി എല്ലാ തസ്രീഫാത്തും നിന്നുപോയി. പിന്നെ ഇനി അയാളോട് കടം വീട്ടണേ എന്ന് പറയുമ്പോൾ അയാളിന് കടം വീട്ടാൻ വേണ്ടി ഇയാൾ ഉദ്ദേശിക്കുന്ന വഴി തീർച്ചയായും അദൃശ്യമായ മാർഗമാണ്, അഭൗതികമായ മാർഗമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള വഴിയിലൂടെ മുഹീദ്ദീൻ ശൈഖ് കടം വീട്ടുമെന്നാൽ അതുകൊണ്ട് ആ ഭൗതികമായ കാര്യമാണ് ചോദിച്ചെങ്കിലും ഭൗതിക കാര്യത്തിന്റെ ആ ചോദ്യവും ശിർക്കായി മാറുന്നു. കാരണം ഉദ്ദേശിക്കപ്പെട്ട ഭൗതികമായ മാർഗത്തിലാണ്. അവിടെയാണ് നാം ഖുർആൻ പരിചയപ്പെടുത്തിയ ഇസ്തിആദത്തും ഇസ്തിംതാഉമെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മക്കത്തെ മുശ്രിക്കുകൾ, ജാഹിലിയ്യ കാലത്തെ അറബികൾ അവർ ചെയ്ത ആകെയുള്ളൊരു പണി അത്ര സ്ഥലത്ത് ചെല്ലുമ്പോ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു എന്നത് മാത്രമല്ല, ജിന്നുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ജിന്നുകൾ പടച്ച റബ്ബിന്റെ മക്കളാണെന്ന് പോലും പെൺമക്കളാണെന്ന് പോലും വിശ്വസിച്ചവർ അവരെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല ആ ജിന്നുകളെ സ്ത്രീകളോട് വിവാഹം അന്വേഷിച്ചുവെന്ന് വിശ്വസിച്ചവരുണ്ട്. തങ്ങളെ വിളിച്ചാൽ ആ വെളിപ്പെടുത്താനും തങ്ങളെ സഹായിക്കാനും എല്ലാമുള്ള സിദ്ധി കഴിവുകൾ ആ ജിന്നുകൾക്ക് വകവെച്ചു കൊടുത്തവരുണ്ട്. അല്ലാതെ ആ വിശ്വാസം ഒന്നുമില്ലാതെ ഒരു സ്ഥലത്ത് ചെന്ന് പെടുമ്പോ അവിടെ വല്ലവരുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചോട്ടെ എന്ന് കരുതിയുള്ള പറച്ചതല്ല മക്കത്തെ മുസ്ലിങ്ങൾ ചെയ്തത്. അത് KJUവിന്റെ ഈ പുസ്തകത്തിൽ പോലും അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ ഈ ഒരു പുസ്തകത്തിലും പറഞ്ഞത് എന്താ, 17ാമത്തെ പേജിൽ. എന്ന് മാത്രമല്ല ചിലർ ജിന്നുകളെ ആരാധിക്കുകയും ജിന്നുകളോട് കാവൽ തേടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ എന്ന ആയത്ത് അവിടെ എടുത്തു കൊടുത്തു. ആരെ കുറിച്ചാണ് പറഞ്ഞത്? ജിന്നുകളെ ആരാധിക്കുന്ന ആരാധിക്കുന്ന ആളുകൾ ജിന്നുകളോട് കാവൽ തേടുകയും ചെയ്തു. അവിടെയാണ് ഈ ആയത്ത് KJUവിന്റെ പേരിൽ ഏതാനും ആളുകൾ പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ പോലും പറഞ്ഞത്. തീർച്ചയാണല്ലോ വിശ്വാസമാണ് ശിർക്കിനെയും തൗഹീദിനെയും പുറത്തിരിക്കുന്നത്. ഒരു മനുഷ്യൻ കയ്യിൽ ഒരു ഏലസ് കെട്ടിയാൽ, കേവലം നൂല് കെട്ടിയാൽ നമ്മൾ പറയുന്നു ഇത് ശിർക്കാണ്. ചെയ്ത പണി എന്താ? ഭൗതികമായ പണിയാണ്. ഒരു നൂലാണല്ലോ കെട്ടിയത്, ഭൗതികമായ പണിയാണ്. പിന്നെന്തേ ശിർക്കായി? ഇതിന് പിന്നിൽ അവന് വിശ്വാസമുണ്ട്. ഒരു മനുഷ്യൻ റോട്ടിൽ സ്ഥാപിക്കപ്പെട്ട ഒരു നേർച്ചക്കുറ്റിയിലേക്ക് പണമെറിയുന്നു, നാം പറയുന്നു ശിർക്കാണ്. എന്തേ പറയാൻ കാരണം? അയാൾ ചോദിക്കുക, ഞാൻ ചെയ്ത പണി ഭൗതികമല്ലേ, പെട്ടിയിലേക്ക് പണമിടാൻ പാടില്ല എന്നാണോ? അല്ല, പെട്ടിയിലേക്ക് പണമിടാം. പക്ഷെ ഈ പെട്ടി കേവലം പെട്ടിയല്ല. ഈ പെട്ടിയിൽ നിന്ന് അദൃശ്യമായ മാർഗത്തിൽ, അഭൗതികമായ മാർഗത്തിൽ, അല്ലെങ്കിൽ ഈ പെട്ടി ആരുടെ പേരിലാണോ സ്ഥാപിക്കപ്പെട്ടത് അവരിൽ നിന്ന് അദൃശ്യമായ മാർഗത്തിൽ, അഭൗതികമായ മാർഗത്തിൽ ഗുണദോഷം ഇയാൾ പ്രതീക്ഷിക്കുന്നു. ആ വിശ്വാസം തന്നെ, ആ പ്രതീക്ഷ തന്നെ, ആ ധാരണ തന്നെ ശിർക്കാണ്. പണമെറിയൽ ശിർക്കാണ്. പണമെറിഞ്ഞില്ലെങ്കിൽ പോലും അയാളുടെ ആ
വിശ്വാസം ശിർക്കാണ്. സഹായം ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ആ വിശ്വാസം ശിർക്കാണ്. സഹായം ആവശ്യപ്പെടുക എന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണല്ലോ, വിശ്വാസമാണല്ലോ ആദ്യം ശിർക്കിലേക്ക് എത്തുന്നത്. ഇബാദത്ത് അതിൽ നിന്ന് ഉത്ഭൂതമാകുന്നതാണ്. ഇബാദത്ത് ചെയ്തില്ലെങ്കിൽ പോലും വിശ്വാസം തെറ്റിയോ അവിടെ ശിർക്ക് വരുന്നു. ആ വിശ്വാസ അടിസ്ഥാനത്തിലാണ് ഒരാളെ ചോദ്യമുണ്ടാകുന്നത്. റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. ആ വിശ്വാസമൊന്നുമില്ലെങ്കിൽ, പടച്ചറബിലെ വിശ്വാസമില്ലെങ്കിൽ, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം അയാൾ കാക്ഷിക്കുന്നില്ല എങ്കിൽ, ആളുകൾ കാണാനും പേരിനും വേണ്ടിയാണ് അയാൾ കാര്യം ചെയ്യുന്നതെങ്കിൽ ആ കാര്യം പ്രതിഫലാർഹമല്ല, സ്വീകാര്യമല്ല എന്നല്ലേ നാം മനസ്സിലാക്കുന്നത്. വിശ്വാസമാണ് ബേസ്. അഥവാ അഭൗതികമായ മാർഗത്തിൽ, അദൃശ്യമായ മാർഗത്തിൽ ഗുണം ചെയ്യാൻ, ദോഷം വരുത്താൻ ഒരു സൃഷ്ടിക്ക് കഴിയുമെന്ന ധാരണയുണ്ടോ അവിടെയാണ് ശിർക്ക് വരിക. അലി എ പി അബ്ദുൽ ഖാദിർ മൗലവിയുടെ ദൈവവിശ്വാസം ഖുർആനിൽ എന്ന പുസ്തകത്തിന് 30-ാമത്തെ പേജിൽ ദുആ എന്താണെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ മൗലവി പറഞ്ഞു, അദൃശ്യമായ മാർഗത്തിൽ ഗുണവും ദോഷവും ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നവരോട് ആ അടിസ്ഥാനത്തിൽ നിർവഹിക്കുന്ന ചോദ്യമാണ് ദുആ. ആ വിശ്വാസമാണ് ബേസ്. ആ വിശ്വാസം ഉണ്ടായാൽ ചോദിക്കുന്ന ചോദ്യം ദുആ ആയി, പേടിക്കുന്ന പേടി ആരാധനയായി, സ്നേഹിക്കുന്ന സ്നേഹം ശിർക്കായി മാറി, അവർക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന സ്നേഹവും ഭയവും എല്ലാം അവർക്കുള്ള ആരാധനയായി മാറി, ശിർക്കായി മാറി. അല്ലാതെ സഹായം ചോദിക്കുക എന്ന വിഷയത്തിൽ മാത്രം ഒന്ന് വേർതിരിക്കാനും അല്ലാത്തൊന്നും അങ്ങനെ ഇല്ല എന്ന് പറയാനും നമുക്ക് വകുപ്പില്ല. ഈ കാലം അത്രയും തർക്കമില്ലാതെ നാം കേരളക്കരെ പഠിപ്പിച്ചതും ലോകാടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരെ പറഞ്ഞതും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും സ്വീകരിച്ചതുമായ തത്വം അഭൗതികമായ മാർഗത്തിലുള്ള ഗുണദോഷ പ്രതീക്ഷയുണ്ടോ ആ പ്രതീക്ഷ തന്നെ, ആ വിശ്വാസം തന്നെ ശിർക്കാണ് എന്നാണ്. എന്നാൽ ഇന്ന് ആ മാനദണ്ഡത്തിൽ നിന്ന് മാറുകയും ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ മാനദണ്ഡമില്ലെങ്കിലും ശിർക്ക് തന്നെ എന്ന് വരുത്തി തീർക്കാനായി ചില ആളുകളെ മേൽ ശിർക്ക് ആരോപിക്കാനും ചില ആളുകളെ മുസ്ലിക്കാക്കാനും തങ്ങൾക്ക് കണ്ണിൽ കരടായി നിൽക്കുന്നവരെ ഈ മഹാപ്രസ്ഥാനത്തിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്താനുമായി ചില ആളുകൾ ഇത്തരം ചില സ്വാർത്ഥമായ ചില കണ്ടുപിടുത്തങ്ങളുമായി വന്നപ്പോൾ ഉണ്ടായ അപകടം എന്താ നമ്മൾ കണ്ടല്ലോ. മൂവാറ്റുപുഴ സംവാദത്തില് അഹ്സനി ചോദിച്ചു, അന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ച ആളുകളോട്, നിങ്ങൾ പറഞ്ഞുവല്ലോ ഈ യാ ഇബാദല്ലാഹ് എന്ന വിളി ശിർക്ക് തന്നെ, അത് ജിന്നും മലക്കപ്പെടുമ്പോൾ ശിർക്കായി മാറുന്നു എന്ന ആശയം അവിടെ പറഞ്ഞെങ്കിൽ അവിടെ നൗഷാദ് ചോദിച്ചുവല്ലോ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ശിർക്കാണെങ്കിൽ നിങ്ങൾ 4 പേരൊഴിച്ച് ബാക്കി ആരാ ലോകത്ത് തൗഹീദുള്ളവരുണ്ടാവുക? ബാക്കി എല്ലാവരും ശിർക്കിലായില്ലേ? എന്നാൽ നിങ്ങളും ശിർക്കിൽ തന്നെ എന്തേ നൗഷാദ് മുസ്ലിയാർ എന്ന് കാരണം പറഞ്ഞത്? സിഹറുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലോ, കണ്ണേറുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലോ. ആ സിഹർ ഉണ്ടാകണമെങ്കിൽ പൈശാചികമായ സഹായം വേണമല്ലോ, പൈശാചിക ഉപദ്രവമുണ്ട് എന്ന് വിശ്വസിക്കണമല്ലോ. നിങ്ങളല്ലേ പറഞ്ഞു അഭൗതികമായി സഹായിക്കാൻ റബ്ബിനെ കഴിയൂ, അദൃശ്യ മാർഗത്തിൽ സഹായിക്കാൻ റബ്ബിനെ കഴിയൂ, അദൃശ്യ മാർഗത്തിൽ ദോഷം വരുത്താൻ റബ്ബിനെ കഴിയൂ. എന്നാ സിഹറുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ അദൃശ്യ മാർഗത്തിൽ ജിന്നുകളും പിശാചുകളും ഉപദ്രവിക്കുമെന്ന് സഹായിക്കുമെന്ന് നിങ്ങളും വിശ്വസിക്കേണ്ടി വരുന്നില്ലേ? അപ്പോൾ നിങ്ങളും ശിർക്കിലല്ലേ എന്ന ചോദ്യത്തിന് അന്ന് എന്തേ ഹനീഫ് കായ്ക്കുടി പറഞ്ഞത്? അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിച്ചാ ശിർക്കില്ല, അത് ചോദിച്ചാലേ ശിർക്കുള്ളൂ എന്നാണല്ലോ അവിടെ നൽകിയ മറുപടി. വല്ലാത്ത ദയനീയം തന്നെ. അഭൗതികമായി സഹായിക്കാൻ റബ്ബല്ലാത്തത് കഴിയുമെന്ന വിശ്വാസമാണ് ശിർക്ക്. ചോദ്യം വന്നില്ലെങ്കിൽ പോലും ശിർക്ക് അവിടെ സംഭവിച്ചു. ചോദ്യം വേണമെങ്കിൽ മതി, ചോദ്യം വന്നാൽ ചോദ്യം ശിർക്കായി എന്നേയുള്ളൂ. സാധാരണ ഖുറാഫികൾ പറയാറുണ്ട്, ഞങ്ങൾ ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല, ഇലാഹാണെന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചെങ്കിൽ ശിർക്കാവൂ എന്ന് ഖുറാഫികൾ പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞു കൊടുത്തത്? ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി, പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന. എന്നാൽ ആ ഖുറാഫാത്തിന്റെ വാദമാണ് ഹനീഫ് കായ്ക്കുടി പറഞ്ഞത്. എന്ത് അഭൗതികമാണെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല, ചോദിച്ചാലേ കുഴപ്പമുള്ളൂ. നൗഷാദ് മുസ്ലിയാർക്ക് ഇനി വേണമെങ്കിൽ ചോദിക്കാമല്ലോ, നിങ്ങൾ മൂവാറ്റുപുഴയിൽ പറഞ്ഞ ആ നിർവചന പ്രകാരം മുഹീദ്ദീൻ ശൈഖ് സഹായിക്കുമെന്ന്, ബദരീങ്ങൾ സഹായിക്കുമെന്ന്, ശുഹദാക്കൾ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ ചോദിക്കുന്നില്ല, ഞങ്ങൾ തേടുന്നില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ തെളിവുള്ളത്, എന്താ മാനദണ്ഡമുള്ളത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ പറയുക എന്ന് സഹോദരൻ സാലിശ് സ്നേഹബുദ്ധ്യ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ്, ഏറ്റവും വലിയ അങ്ങേയറ്റത്തെ അപകടകരമായ വാദത്തിലേക്കാണ് ഇതുവഴി എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ വാദം ഉന്നയിച്ചപ്പോഴാണ് അബ്ദുസ്സലാം സുലൈമിക്ക് സിഹറിൽ എന്ന് പറയേണ്ടി വന്നത്, കണ്ണേറിൽ എന്ന് പറയേണ്ടി വന്നത്. കാരണം എന്ത്? അയാൾ മനസ്സിലാക്കി അഭൗതികമായി റബ്ബല്ലേ സഹായിക്കൂ, അദൃശ്യമായി റബ്ബല്ലേ സഹായിക്കൂ. അതുകൊണ്ട് സിഹറുണ്ടെന്ന് പറഞ്ഞാൽ, കണ്ണേറുണ്ടെന്ന് പറഞ്ഞാൽ ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിക്കണ്ടേ, ശൈത്താൻ സഹായിക്കുമെന്ന് വിശ്വസിക്കണ്ടേ? ആ വിശ്വാസം തന്നെ ശിർക്കാണ്, ആ വിശ്വാസം തന്നെ തൗഹീദ് വിരുദ്ധമാണ്. അയാൾ എഴുതി വെച്ചു തൗഹീദും നവയാഥാസ്ഥിക വ്യതിയാനവും എന്ന പുസ്തകം അയാൾ
അയാൾ ആരംഭിച്ചു തന്നെ ആ പദപ്രയോഗത്തോടു കൂടിയാണ്. അയാൾ പറഞ്ഞു സിഹറില്ല, കണ്ണേറില്ല, യാഥാർത്ഥ്യമില്ല. ബുഖാരിയിൽ വന്നാലും ശരി, മുസ്ലിമിന് വന്നാലും ശരി, എവിടെ വന്നാലും സ്വീകാര്യമല്ല, തൗഹീദിനെതിരാണ്. അയാൾ ചെയ്തത് അയാളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ മാന്യതയാണ്. എന്നാൽ ഈ സ്ഥിരപ്പെട്ട ഹദീസുകളെ ഒറ്റയടിക്കില്ലെന്ന് പറഞ്ഞാൽ അത് സമുദായത്തിൽ പ്രയാസമുണ്ടാക്കും. ഹദീസ് നിഷേധത്തിലേക്ക് തങ്ങൾ എത്തിയെന്ന് എല്ലാവർക്കും ബോധ്യമാകും എന്നതുകൊണ്ട് തന്നെ തൽക്കാലം സിഹറില്ലെന്ന് പറയാൻ വയ്യ, കണ്ണേറില്ലെന്ന് പറയാൻ വയ്യ. അല്ലെങ്കിൽ വിശദീകരിക്കേണ്ടതുണ്ടല്ലോ, സിഹർ ഉണ്ട് എന്ന് എങ്ങനെ വിശ്വസിക്കും? ഇത് അഭൗതികമാണ് എന്നാണെങ്കിൽ, അത് അദൃശ്യമാണ് എന്നാണെങ്കിൽ, അദൃശ്യമായ സഹായം റബ്ബല്ലാത്തത് കിട്ടുമെന്നാണോ? അദൃശ്യമായ ഉപദ്രവം റബ്ബല്ലാത്തത് കിട്ടുമെന്നാണോ? യഥാർത്ഥത്തിൽ അദൃശ്യം എന്ന പദത്തിനെ തെറ്റിദ്ധരിച്ചതാണ് ഇവിടെ സംഭവിച്ചത്. അദൃശ്യം എന്നത്, അഭൗതികം എന്നത് വ്യത്യസ്ത പദപ്രയോഗങ്ങളിൽ, വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിച്ച പദപ്രയോഗമാണ്. യഥാർത്ഥത്തിൽ തൗഹീദും ശിർക്കും വേർതിരിക്കുന്നിടത്ത് നാം പ്രയോഗിച്ച അഭൗതികം, നാം പ്രയോഗിച്ച അദൃശ്യം, നാം പ്രയോഗിച്ച മറഞ്ഞ വഴി, അതെല്ലാം കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം എന്ന അർത്ഥത്തിലാണ്. ഇപ്പുറമാണോ തെളിഞ്ഞ വഴിയാണ്, ഇപ്പുറമാണോ ദൃശ്യ വഴിയാണ്, ഇപ്പുറമാണോ ഭൗതികമായ മാർഗമാണ്, അല്ലാത്ത മാർഗമല്ല. അതുകൊണ്ട് ഏത് പടപ്പും അദൃശ്യമായ മാർഗത്തിൽ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. ആ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയായി, അതും ശിർക്കായി. അതുകൊണ്ടാണ് ഇസ്തിംതാഇ പറഞ്ഞ ആയത്തിൽ തന്നെ പ്രത്യേകം പറഞ്ഞ വഖാല ഔലിയാഉഹും എന്നാണ്. അവരെ ഔലിയാക്കന്മാര് പറയുന്നുവെന്ന, ജിന്നുകളെ വലിയായി സ്വീകരിച്ച, ജിന്നുകളെ ഔലിയാക്കളായി സ്വീകരിച്ച ആളുകളെ കുറിച്ചാണല്ലോ ആ ആയത്തിൽ പരാമർശം തന്നെ. സഹോദരൻ ഓതിയപ്പോൾ തന്നെ ആ ഭാഗം വന്നുവല്ലോ. ജിന്നുകളെ ഔലിയാക്കളായി സ്വീകരിച്ച, മിത്രങ്ങളായി സ്വീകരിച്ച, രക്ഷാധികാരികളായി സ്വീകരിച്ച ആളുകളും അവർ ആരെയാണോ രക്ഷാധികാരി ആക്കിയത് ആ ജിന്നുകളും രണ്ടു കൂട്ടരും പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. അത് അവര് മാത്രമല്ല, ഈസാ നബി ആരാധിച്ച ക്രിസ്ത്യാനികളും ഈസാ നബിയും ഒരുമിച്ച് കൂട്ടപ്പെടും. മുഹമ്മദ് നബി ആരാധിക്കുന്ന ഖുറാഫികളും മുഹമ്മദ് നബി ഒരുമിച്ച് കൂട്ടപ്പെടും. ആര് ആരാധിച്ചുവോ ആ രണ്ടു കൂട്ടരും ഒരുമിച്ച് കൂട്ടപ്പെടും. ചോദ്യമുണ്ടാകും. ഈസാ നബിയോട് ചോദിക്കുന്നുവല്ലോ, അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈന മിൻ ദുനില്ലാഹ്, എന്നെയും എന്റെ മാതാവിനെയും ഇലാഹാക്കുമെന്ന് നീ പറഞ്ഞോ ഈസാ എന്ന് ചോദിക്കുമെന്നാൽ, മലക്കളെ ആരാധിച്ച ആളുകൾ ലോകത്തുണ്ട്, അവരെയും മലക്കളെയും ഒരുമിച്ച് കൂട്ടും. ചോദിക്കും, നിങ്ങൾ കൽപ്പിച്ചതാണോ, നിങ്ങൾ പഠിപ്പിച്ചതാണോ, നിങ്ങൾ അംഗീകരിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ മലക്കൾ ഒഴിഞ്ഞു മാറും, ഈസാ നബി ഒഴിഞ്ഞു മാറും, മറ്റു മഅ്ബൂദീങ്ങൾ ഒഴിഞ്ഞു മാറും, വിഗ്രഹങ്ങൾ വരെ നിഷേധിക്കുമെന്നാണല്ലോ. വയൗമൽ ഖിയാമ യക്ഫുറൂന ബിശിർകികും എന്ന ആയത്ത് വ്യാഖ്യാനിച്ചപ്പോൾ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തി വെച്ചത്, വിഗ്രഹങ്ങൾ വരെ നാളെ പരലോകത്ത് വരികയും അവർക്ക് സംസാരിക്കാനുള്ള ശേഷി റബ്ബ് നൽകുകയും ചെയ്താൽ ആ വിഗ്രഹങ്ങൾ പോലും പറയും, ഞങ്ങളെ പൂജിക്കാൻ, ഞങ്ങൾ ആരാധിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് വിഗ്രഹങ്ങൾ പോലും പറയുമെന്നല്ലേ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തി വെച്ചത്. അപ്പോൾ ജിന്നുകളെ വലിയായി സ്വീകരിച്ച, ജിന്നുകളെ ഔലിയാക്കളായി സ്വീകരിച്ച ആളുകളുമായി ബന്ധപ്പെട്ടാണ് ആ വചനം തന്നെ. അവർ ചെയ്ത ഇസ്തിംതാഇ ശിർക്ക് തന്നെ, ഖാലിദാകുന്ന നരകത്തിൽ ശാശ്വതമാകുന്ന ഇസ്തിംതാഇ തന്നെ, തർക്കം തന്നെ ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഓതി എന്ന് പറയപ്പെടുന്ന ആയത്തുകളൊക്കെയും യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാനിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തെറ്റായ അർത്ഥതലത്തിൽ സഹോദരൻ മനസ്സിലാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്തരം ഒരു രീതി, അത്തരം ഒരു ആശയം ആ ആയത്തിൽ നിന്ന് കിട്ടുന്നില്ല. ഇനി മാത്രമല്ല, ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞുവെന്നാൾ, ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞുവെന്നാൾ, ആലു ഷെയ്ഖ് പറഞ്ഞുവെന്നാൾ, ലജ്ന പറഞ്ഞുവെന്നാൾ. ശരി, എവിടെയാണ് പറഞ്ഞത്? ഇബ്നു ബാസിനുള്ള ഒരുപാട് ഫത്വകൾ, ഒരുപാട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ വന്നപ്പോഴാണല്ലോ ഈ മറുപടി നൽകിയത്. അതേ ലജ്ന, അതേ ഇബ്നു ബാസ്, അതേ ഷെയ്ഖ് ഫൗസാൻ, അതുപോലെ ഷെയ്ഖ് ഉസൈമീൻ അടക്കമുള്ള, ആലു ഷെയ്ഖ് അടക്കമുള്ള ഏത് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും ഫത്വകളും പരിശോധിച്ചാൽ ഇതേ വിഷയത്തിൽ തന്നെ തിരിച്ചുള്ള ഫത്വകൾ ധാരാളമുണ്ട് എന്ന് സഹോദരൻ സാലിഷിനും അറിയാമല്ലോ. എങ്കിൽ ഒരു ഫത്വ ഇങ്ങനെ കാണുന്നു, ഒരു ഫത്വ അങ്ങനെയും കാണുന്നു, എങ്കിൽ എന്തേ അവരും വൈരുദ്ധ്യം പറഞ്ഞുവെന്നാണോ? ഒരിക്കലുമല്ലല്ലോ. പിന്നെന്തേ ഈ ഫത്വ ഇങ്ങനെ വരാൻ കാരണം? സ്വാഭാവികമായും ഫത്വ ചോദിക്കുന്നവന്റെ വിശ്വാസത്തിന്റെ സ്ഥാനത്തിലാണ് അവർ മറുപടി നൽകുക. ഒരാൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ട്, കയ്യുമ്മ നൂല് കെട്ടി നടക്കും, ഈ നൂല് കെട്ടി നടന്നാൽ എന്താ അതിന്റെ വിധി എന്ന് ചോദിച്ചാൽ ഈ നൂല് എന്താ എന്ന് അന്വേഷിക്കും, എന്തിനാ എന്ന് അന്വേഷിക്കും. ഈ നൂല് കെട്ടിയാൽ തനിക്ക് ചില ഗുണദോഷങ്ങൾ കിട്ടുമെന്ന വിശ്വാസത്തിൽ കിട്ടുന്ന നൂലാണോ? പറയും ഇത് ശിർക്ക് തന്നെയാണ്. അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല, വെറുതെ ഒരു ഫാഷനായി എല്ലാവരും കെട്ടിക്കൊണ്ടെടുക്കുന്ന കൂട്ടത്തിൽ ഇവനും കെട്ടുന്നു എന്നാണോ? അത് ശിർക്കല്ല, അത് ഹറാമല്ല എന്ന് പറയും. അതേസമയം അവിശ്വാസികൾ തങ്ങൾ ചിഹ്നമായി സ്വീകരിച്ച വല്ല നൂലുമാണോ എങ്കിൽ അവരുമായി സാദൃശ്യപ്പെടുക എന്ന വകുപ്പ് അവിടെ വരും. അതുകൊണ്ട് പാടില്ല എന്ന് പറയും. ഫത്വ അങ്ങനെയാണ്. ചോദിക്കുന്നവന്റെ വിശ്വാസം എന്തോ, ചോദിക്കുന്നതിന് സാഹചര്യം എന്തോ, ആ സാഹചര്യത്തിനനുസരിച്ചാണല്ലോ ഫത്വ വരിക. ഇബ്നു ബാസിനെയാണല്ലോ സഹോദരൻ ഒന്നു ധരിച്ചത്. ആ ഇബ്നു ബാസിനോട്
ഇബാദത്തിനോട് തന്നെ ഈ വിഷയമായി യാ ഇബാദല്ലാഹ് ഹദീസുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ എന്താ അദ്ദേഹത്തിന്റെ മറുപടി? ഒന്ന് ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്ന് കാര്യം പരിശോധിക്കണമെന്ന് പറഞ്ഞു. ശേഷം പറഞ്ഞു വഖദ് യകൂനു മിനൽ മലായിക, ഈ ഇബാദുല്ലാഹ് ഒരുപക്ഷെ മലക്കുകളാവാം, വമിൻ മുഅ്മിനീ അൽ ജിന്നി, മുഅ്മിനീങ്ങളായ ജിന്നുകളാവാം, വഹഉലായി ഹാദിറൂൻ, ഇവർ ഹാദിറാണ് വലൈസ ദുആ ലിഗായിബിൻ, ഇത് ഗായിബിനുള്ള ദുആ അല്ല, ഇത് ഗായിബിനുള്ള ദുആ അല്ല. ആര് ഐഖിദുനി ഫത്വ നൽകിയ അതേ ഇബ്നു ബാസ് തന്നെ രാവിലെ വിളിച്ചുണർത്താൻ ജിന്നിനോട് പറയുന്ന, മലക്കിനോട് പറയുന്ന രീതി ഞങ്ങളുടെ നാട്ടിലുണ്ട്, എന്താ അതിന്റെ വിധി എന്ന് ചോദിച്ചപ്പോൾ ശിർക്ക് തന്നെ എന്ന് പറഞ്ഞ ഇബ്നു ബാസ് തന്നെ ഇപ്പോഴത്തെ പറയുന്നു വലൈസ ദുആ ലിഗായിബിൻ, ഇത് ഗായിബിനുള്ള ദുആ അല്ല. ആരാ അവിടെ ഉദ്ദേശം? ഒന്നുകിൽ മലക്ക് അല്ലെങ്കിൽ ജിന്ന് എന്ന് തന്നെ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുന്നു. എങ്കിൽ പിന്നെ എന്ത് അവിടെ അങ്ങനെ ഫത്വ കൊടുത്തു? ആ നാട്ടിൽ സമ്പ്രദായമാണ് ചോദിച്ചത്. രാവിലെ വിളിച്ചുണർത്താൻ ജിന്നിനെ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ മലക്കിനെ ഏൽപ്പിക്കുന്ന ആളുകളുടെ ആ ചോദ്യം എന്താ ചോദ്യം? ഇസ്തഹറ ഇൻദ ബഅദിൽ അവാം എന്നാണ്. ചില സാധാരണക്കാര് ഇങ്ങനെ ചെയ്യുന്ന പണിയുണ്ട്. അവര് പറയുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ മലായികത്തുൽ ഹിഫ്ദ് ഐഖിദൂനി, സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ എന്നെ ഉണർത്തണേ എന്ന് പറയുന്ന പതിവ് ഞങ്ങളുടെ നാട്ടിൽ സാധാരണക്കാർക്കുണ്ട്. എന്താ ഇതിന്റെ വിധി എന്ന ചോദ്യം കേവലം സാങ്കല്പികമായ ചോദ്യമല്ല. ഇവിടെ ഒരു മലക്കുണ്ടെങ്കിൽ ആ മലക്ക് വരികയാണെങ്കിൽ, ആ മലക്ക് കേൾക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചോട്ടെ എന്ന ഒരു സങ്കല്പ ചോദ്യത്തിൽ എന്താ വിധി എന്നല്ല ശൈഖ് ഇബ്നു ബാസിന്റെ ചോദ്യം. മറിച്ചെന്താ ഞങ്ങളുടെ നാട്ടിലെ പതിവ് എന്നാൽ ഇസ്തഹറ ഇൻദ ബഅദിൽ അവാം, ചില സാധാരണക്കാർക്ക് ഇങ്ങനെ പതിവുണ്ട്, ചില നാടന്മാർക്ക് ഇങ്ങനെ പതിവുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർ സ്ഥിരമായി ഇങ്ങനെ പറയുന്നു. ആ നാട്ടിലെ സിസ്റ്റമാണത്, ആ നാട്ടിലെ പതിവാണത്. ആ പതിവിനെ കുറിച്ച് ആ ചോദ്യം തീർച്ചയായും നമ്മളാണെങ്കിലും പറയും ഇത് ശിർക്ക് തന്നെ, എത്രയും പെട്ടെന്ന് നിർത്തിയേ പറ്റുമെന്ന ഫത്വയല്ലാതെ നമുക്കും പറയാനില്ല ആ വിഷയത്തില്. അതുപോലെ തന്നെയാണ് മക്കത്തെ ജാഹിലിയ്യ കാലത്തുള്ള മുസ്ലിമീങ്ങളുടെ ആ ഇസ്തിആനത്തും, അതാവട്ടെ ഇസ്തിആനത്തല്ല ഇസ്തിആനത്താണ് എന്നത് സഹോദരൻ മറന്നോ അതോ ബോധപൂർവം അങ്ങനെ വ്യാഖ്യാനിച്ചോ എന്നറിയില്ല. അവിടെയും എന്താ അൻ ഉലറ അന ഫീഹി ഔ മാലി ഔ വലദി ഔ മാസിയത്തി എന്ന് താങ്കൾ വായിച്ച ഇബാറത്തിന്റെ 4 വരി താഴെ നമുക്ക് കാണാൻ കഴിയും. അവർ പറയുന്ന പറച്ചിലെന്താ? അവര് കാവല് തേടുന്നു ആ ജിന്നിന്റെ നേതാക്കന്മാരോട്. എന്തിനാ കാവല്? അൻ ഉലറ അന ഫീഹി, ഈ താഴ്വരയിൽ വെച്ച് എനിക്ക് വല്ല ദുരിതങ്ങളും ബാധിക്കുന്നില്ലെന്ന്, ഔ മാലി എന്റെ സമ്പത്തിന് വല്ലതും ബാധിക്കുന്നില്ലെന്ന്, ഔ മാസിയത്തി എന്റെ കന്നുകാലികൾക്ക് വല്ലതും സംഭവിക്കുന്നില്ലെന്ന്, ഔ അഹ്ലി എന്റെ കുടുംബത്തിന് വല്ലതും സംഭവിക്കുന്നില്ലെന്ന്. അതാണ് മേലെ പറഞ്ഞത്. സഹോദരൻ വായിച്ച ഭാഗം അതാണ്. ബിശൈഇൻ യസൂഉഹും അൻ യുസീബഹും ബിശൈഇൻ യസൂഉഹും, തങ്ങൾക്ക് പ്രയാസകരമായ വല്ലതും ബാധിക്കുന്നില്ലെന്ന് കാവലിനെ തേടിയിരുന്നു. ആ തേട്ടം ശിർക്ക് തന്നെയാണ്. അതുകൊണ്ട് അതും ഇതും കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. അഭൗതികമായ മാർഗത്തിൽ, അദൃശ്യമായ മാർഗത്തിൽ, അഭൗതികമായ മാർഗത്തിലാണോ ചോദ്യം? ശിർക്ക് തന്നെ. അത് ചോദ്യം മാത്രമല്ല, ഭയവും ശിർക്കാണ്, സ്നേഹവും ശിർക്കാണ്. അതേപോലെ ഏത് വികാരപ്രകടനം നടത്തിയാലും അതെല്ലാം ശിർക്ക് തന്നെയാണ്. അതേസമയം അദൃശ്യ മാർഗത്തിലല്ലെങ്കിൽ, അഭൗതിക മാർഗത്തിലല്ലെങ്കിൽ, മറഞ്ഞ മാർഗത്തിലല്ലെങ്കിൽ അത് ശിർക്കെന്ന് ലോകത്തിലാളും പരിചയപ്പെടുത്തിയിട്ടില്ല. ദുആഉം അല്ലാത്തതും ഇബാദത്തും അല്ലാത്തതും വേർതിരിക്കാൻ ഈ കാലമത്രയും നാം പ്രയോഗിച്ച, നാം സ്വീകരിച്ച മാനദണ്ഡവും അത് തന്നെയാണ്. ഇനി ആ അദൃശ്യമാർഗം എന്താണ് എന്ന് ബഹുമാന്യനായ സയ്യിദ് മൗലവി KNM ഉണ്ടാകുന്നതിന് മുമ്പ് 1946 അദ്ദേഹം പഠിപ്പിച്ചു. എന്താണ് ഈ അദൃശ്യമാർഗം, എന്താണ് ഈ മറഞ്ഞ മാർഗം? അദ്ദേഹം വിശദീകരിക്കുന്നു. അങ്ങേയറ്റമായ താഴ്മയും വിധേയത്വവുമാണ് ഇബാദത്ത്. അതായത് ഒരു മനുഷ്യ മനസ്സിൽ ഉണ്ടാകാവുന്ന അങ്ങേ അറ്റത്തെ വിനയവും വിധേയത്വവും കാണിക്കുക എന്നതാണ് ഇബാദത്ത്. ഹൃദയത്തിൽ ഒരു വസ്തുവിന്റെ നേരെ ഈ ഒരു അവസ്ഥ ജനിക്കണമെങ്കിൽ ആ വസ്തുവിന് മറഞ്ഞ വഴിക്ക് തന്നെ എന്തു ചെയ്യാനും ഉപകാരമോ ഉപദ്രവമോ എന്തായാലും കഴിയുമെന്ന ബോധമുണ്ടാകണം. ഉദാഹരണം, മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് മാലയിൽ ഉള്ള പോലെ എവിടെ നിന്ന് വിളിച്ചാലും ഉടനെ ഉത്തരം ചെയ്യാനും താൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്താപത്തും വരുത്താനുമുള്ള കഴിവ്, അതാണ് മറഞ്ഞ വഴിക്കുള്ള കഴിവ്. അതാണ് മറഞ്ഞ വഴിക്കുള്ള കഴിവ്, അതാണ് അദൃശ്യമാർഗത്തിലുള്ള കഴിവ്, അതാണ് അഭൗതികമായ കഴിവ്. ആ കഴിവുണ്ടെന്ന് വിശ്വസിച്ച ആ ശിർക്കായി. ആ കഴിവ് ജിന്നിനുണ്ടോ? ഇല്ല. ആ കഴിവ് മലക്കിനുണ്ടോ?
ഇല്ല. ആ കഴിവ് മനുഷ്യനുണ്ടോ? ഇല്ല. ആ കഴിവ് റബ്ബിന് മാത്രമേ ഉള്ളൂ. എന്നാ മക്കത്തെ മുശ്രിക്കുകൾ ജിന്നിന് ആ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് അവർ ചോദിച്ചു, അവർ തേടി, എനിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ സമ്പത്തിനോ എന്റെ കന്നുകാലികൾക്കോ വല്ലതും ബാധിക്കുന്നതിൽ കാവലിനെ തേടുന്നു. ശിർക്ക് തന്നെ, സംശയമില്ല. അവർ ആ ജിന്നുകൾ ഔലിയാക്കന്മാരായി സ്വീകരിച്ചു, വലിയായി സ്വീകരിച്ചു. അവസാനം ആയുസ് കഴിഞ്ഞ് പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ സങ്കടം പറയുകയാണ്, എന്ന് അവിടെ വന്ന് കൈകടിക്കുകയാണ്, അവിടെ വന്ന് സങ്കടപ്പെടുകയാണ്. അവിടെയാണ് നിങ്ങൾ അഭയസ്ഥാനം, സങ്കേതം നരകം തന്നെ, ശാശ്വതമായി കിടന്നു എന്ന മറുപടി അവിടെയാണ് കിട്ടുന്നത്. അതിനെ ഇതിലേക്ക് വെച്ച് കിട്ടിയിട്ട് ഇത് രണ്ടും ഒന്നാണെന്ന് വെച്ച് തീർക്കുന്ന ശൈലി ശരിയായില്ല എന്നാണ് സ്നേഹബുദ്ധിയാ പറയാനുള്ളത്. മാത്രവുമല്ല, ജിന്നിനോടുള്ള ഏത് സഹായം ചോദിക്കലും ശിർക്ക് തന്നെ എന്നാണെങ്കിൽ ജിന്നിനെ സംബന്ധിച്ച ഏത് പേടിയും ശിർക്കായി മാറണം. മലക്കുമായി ബന്ധപ്പെട്ട ഏത് സ്നേഹവും ശിർക്കായി മാറണം. ജിന്ന് നമ്മളെ കാണുമെന്ന വിശ്വാസം ശിർക്കായി മാറണം. കാരണം അദൃശ്യമായ കാഴ്ചയാണല്ലോ. ജിന്ന് നമ്മുടെ ശബ്ദം കേൾക്കുമെന്ന് ശിർക്കായി മാറണം. അദൃശ്യമായ കേൾവിയാണല്ലോ. ജിന്ന് വല്ലവനെയും സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി മാറണം. കാരണം അദൃശ്യമായ സഹായമാണല്ലോ. ജിന്ന് വല്ലവനെയും ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വാസം ശിർക്കായി മാറണം. അദൃശ്യമായ ഉപദ്രവമാണല്ലോ. ഈ സദസ്സിൽ ഒരു ജിന്ന് ഉണ്ടാകാമെന്ന് വിശ്വസിച്ചാൽ തന്നെ അതും ശിർക്കായി മാറണം. അദൃശ്യമായ മാർഗത്തിലാണല്ലോ. എന്നാ മുഹീദ്ദീൻ ശൈഖ് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാലോ അത് ശിർക്ക് തന്നെ. ബദരീങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാലോ ശിർക്ക് തന്നെ. മുഹീദ്ദീൻ ശൈഖും ബദരീങ്ങളും ഈ ശബ്ദം കേൾക്കുമെന്ന് വിശ്വസിച്ചാലോ ശിർക്ക് തന്നെ. എന്നാ ജിന്നും മലക്കും കേൾക്കാമെന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കല്ല. എന്തുകൊണ്ട്? അതല്ല നാം അവിടെ ഉദ്ദേശിച്ച അദൃശ്യമാർഗം. ശൈഖിനെ കുറിച്ച്, മരിച്ചവരെ കുറിച്ച് പറഞ്ഞ ഗായിബ് എന്ന പദം, അദൃശ്യം എന്ന പദം, അതാണ് സെയ്ദ് മൗലവി വിശദീകരിച്ചത്. മറഞ്ഞ വഴിക്കുള്ള കഴിവെന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് എന്ന് എ പി അബ്ദുൽ ഖാദിർ മൗലവി ദൈവവിശ്വാസം ഖുർആൻ എന്ന പുസ്തകത്തിന്റെ 30-ാമത്തെ പേജിൽ, കുഞ്ഞീലു മദനി ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിന്റെ 12-13 പേജുകളിൽ തുടങ്ങി ഉമർ മൗലവി തന്റെ തർജുമാ ഖുർആനിൽ ഫാത്തിഹ തിരുത്തി എന്ന പുസ്തകത്തിൽ എം അക്ബർ സാഹിബിന്റെ അല്ലാഹുവിനെ അറിയുക എന്ന പുസ്തകത്തിൽ പോലും ആ ഒരു വിശ്വാസം വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയാണ് ശിർക്കും തൗഹീദും വേർതിരിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ കണ്ണിൽ കണ്ടില്ല എന്നതുകൊണ്ട് അതിന് ഗായിബ് എന്ന് പ്രയോഗിച്ചല്ലോ എന്നതുകൊണ്ട് മാത്രം ഗായിബ് എന്ന പദം പല അർത്ഥത്തിലുണ്ട്. നാളത്തെ കാര്യം ഗൈബാണ്, നാളെ ആയിക്കഴിഞ്ഞാലോ അത് ഗൈബല്ല. കഴിഞ്ഞകാല അമ്പിയാക്കന്മാർ ശൈത്താൻ പറഞ്ഞ പല്ല പറഞ്ഞു മിൻ അംബാഇൽ ഗൈബി, ഇത് ഗൈബായ വാർത്തകളാണ് എന്ന്. ഗൈബ് പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. എന്ന പോലെ ദൃശ്യം അദൃശ്യം എന്ന പദം പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഭൗതികം അഭൗതികം എന്ന